Hi friends, welcome to Post Magic. Today we will discuss about duties of letterbox peon. എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ഒരു ലെറ്റർ ബോക്സ് പ്യൂൺ പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് കളക്ടിംഗ് ലെറ്റേഴ്സ് ഫ്രം ദ ലെറ്റർ ബോക്സസ് ഇൻസ്റ്റാൾഡ് വിത്തിൻ അലോക്കേറ്റഡ് ഏരിയാസ് അറ്റ് ഷെഡ്യൂൾഡ് അവേഴ്സ് ആൻഡ് ഡെലിവറിംഗ് ദം ടു ദ പോസ്റ്റ് ഓഫീസ്. നമുക്കറിയാം ലെറ്റർ ബോക്സസിലുള്ള ലെറ്റേഴ്സ് കളക്ട് ചെയ്യാം, അത് എന്താണ് ആ പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ട് കൊടുക്കാം. അത് ലെറ്റർ ബോക്സ് പ്യൂണിന്റെ ഒരു ഡ്യൂട്ടിയാണ്. ദെൻ ഫോളോയിങ് എ പ്ലാൻഡ് റൂട്ട് ടു ക്ലിയർ ലെറ്റർ ബോക്സസ് അറ്റ് എ ഫിക്സ്ഡ് അവേഴ്സ്. ഒരു പ്ലാൻഡ് റൂട്ട് വേണം, ഏതൊക്കെ ടൈമിലാണ് എവിടേക്ക് ചെന്നാണ് ലെറ്റർ ബോക്സ് ക്ലിയർ ചെയ്യുക, ഇത്ര ടൈമിനുള്ളിൽ ലെറ്റർ ബോക്സ് ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു പ്ലാൻഡ് അവേഴ്സും പ്ലാൻഡ് റൂട്ടും ഉണ്ടാവും. ദെൻ റിമൂവിങ് പ്ലേറ്റ്സ് ആൻഡ് റീപ്ലേസിങ് ഇറ്റ്, അതായത് പ്ലേറ്റ്സ് റിമൂവ് ചെയ്യും, അതായത് ഇത്ര ടൈം വരെയും നമുക്ക് ലെറ്റേഴ്സ് ഇടാമെന്നുള്ളതും ആ പ്ലേറ്റ് ഫിക്സ് ചെയ്യുകയും റിമൂവ് ചെയ്യുകയും ചെയ്യുക. ലോക്കിംഗ് ലെറ്റർ ബോക്സസ് ആൻഡ് എൻഷുറിംഗ് പ്രോപ്പർ ഫിക്സേഷൻ ഓഫ് അവർ പ്ലേറ്റ് ആൻഡ് ലോക്സ്, അതായത് ലെറ്റർ ബോക്സസിൽ പ്രോപ്പർ ആയിട്ടാണോ മറ്റേ ലെറ്റർ ബോക്സ് പ്ലേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ ലോക്കിംഗ് ഫെസിലിറ്റി ഒക്കെ ക്ലിയർ ആണോ എന്ന് നോക്കാം. ക്ലിയറിംഗ് ഓൺ ലെറ്റർ ബോക്സസ് ആൻഡ് ഡെലിവറിംഗ് ബാഗ്സ് കണ്ടെയ്നിങ് മെയിൽ ടു ദ പോസ്റ്റ് ഓഫീസ്, ലെറ്റർ ബോക്സ് ക്ലിയർ ചെയ്യുക, അത് നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുക്കുക. സോർട്ടിംഗ് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് മെയിൽസ് അറ്റ് ദ പോസ്റ്റ് ഓഫീസ്, പോസ്റ്റ് ഓഫീസിൽ വരുന്ന മെയിലുകളും പോകുന്ന മെയിലുകളും സോർട്ട് ചെയ്യുക. ഇതൊക്കെ ലെറ്റർ ബോക്സ് പ്യൂണിന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് വൺ സ്റ്റാമ്പിംഗ് ലെറ്റേഴ്സ് ആൻഡ് കവേഴ്സ്, സീൽസ് ആൻഡ് ലോഡ് ഓർ അൺലോഡ് ദം ഫ്രം മെയിൽ വാൻസ്. ലെറ്റർ സ്റ്റാമ്പ് ചെയ്യുക, അതിന്റെ കവേഴ്സ് ഒക്കെ സ്റ്റാമ്പ് ചെയ്യുക, ലെറ്റർ ബാഗിലേക്ക് ലോഡ് ചെയ്യുക, ലെറ്റേഴ്സ് ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ മെയിൽ വാനിലേക്ക് വെച്ച് കൊടുക്കുക. ദെൻ ലെറ്റർ ബോക്സ് അറ്റൻഡർ ആർ നോട്ട് പെർമിറ്റഡ് ടു പേ മണി ഓർഡേഴ്സ്. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ലെറ്റർ ബോക്സ് അറ്റൻഡന്റ് ഒരിക്കലും മണി ഓർഡർ പേ ചെയ്യാനായിട്ട് അവർക്ക് ഉത്തരവാദിത്തമില്ല. ദെൻ പാക്കറിന്റെ ഡ്യൂട്ടീസ് ഉണ്ടെങ്കിൽ അയാൾ പെർഫോം ചെയ്യണം. അതുപോലെ തന്നെ ഒരു ലെറ്റർ ബോക്സ് അറ്റൻഡന്റ് ഇപ്പോൾ ഒരു സബ് ഓഫീസിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ടൗൺ സബ് ഓഫീസും ബ്രാഞ്ച് ഓഫീസും ഉണ്ടെങ്കിൽ രണ്ടിനെയും കണക്ട് ചെയ്തിട്ട് മെയിൽ കൊണ്ട് കൊടുക്കാനും തിരിച്ചു കൊണ്ടുവരാനും ബാധ്യസ്ഥനാണ്. ഇതൊക്കെയാണ് ഒരു ലെറ്റർ ബോക്സ് പ്യൂണിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ലെറ്റർ ബോക്സ് പ്യൂണിന് ആ ലെറ്റർ ബോക്സ് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, പോസ്റ്റ് മാസ്റ്റർ ലെറ്റർ ബോക്സ് ക്ലിയർ ചെയ്യാനായിട്ട് പറഞ്ഞു വിടും. അപ്പോൾ ഓരോ ലെറ്റർ ബോക്സിനും ഓരോ കീ ഉണ്ടാവും. അപ്പോൾ ഈ ലെറ്റർ ബോക്സ് പ്യൂണിന്റെ കയ്യിൽ ഒരിക്കലും കീ കൊടുക്കില്ല, അതായത് ആ ലെറ്റർ ബോക്സ് ക്ലിയർ ചെയ്യുന്ന ടൈമിലല്ലാതെ അത് ലെറ്റർ ബോക്സ് പ്യൂണിന് കീ കൊടുക്കില്ല. അപ്പോൾ ഈ ലെറ്റർ ബോക്സ് പ്യൂൺ അല്ലാതെ ഈ ലെറ്റർ ബോക്സിന്റെ കീ ആരാണ് കൈവശം വെക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ പോസ്റ്റ് മാസ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ആരാണോ ആ ഡ്യൂട്ടിക്ക് പെർഫോം ചെയ്യാനായിട്ട് അസൈൻ ചെയ്തിട്ടുള്ളത് വേറൊരു അസിസ്റ്റന്റ് ഉണ്ടാവും, അയാളുടെ കയ്യിലായിരിക്കും അപ്പോൾ ഈ ലെറ്റർ ബോക്സിന്റെ കീ ഉള്ളത്. അപ്പോൾ ലെറ്റർ ബോക്സ് പ്യൂണിന്റെ കയ്യിൽ ഒരിക്കലും ലെറ്റർ ബോക്സ് ക്ലിയർ ചെയ്യാനുള്ള കീ ഒരിക്കലും അയാളുടെ കയ്യിൽ ഉണ്ടാവില്ല. ആ പെർഫോമിംഗ് ടൈമിന്റെ ആ ലിമിറ്റിൽ മാത്രമേ ആ കീ ഉണ്ടാവുള്ളൂ. അതിനുശേഷം ആ കീ ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം, പോസ്റ്റ് മാസ്റ്റർക്കോ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ അസിസ്റ്റന്റിനോ അത് ഹാൻഡ് ഓവർ ചെയ്യണം. ഇതാണ് ലെറ്റർ ബോക്സ് പ്യൂണിന്റെ ഡ്യൂട്ടീസ്. അറിയാവുന്ന എല്ലാ ഡ്യൂട്ടീസും തന്നെയാണ്, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, നമുക്ക് എന്തൊക്കെയാണ് അറിയാവുന്നത് അത് തന്നെയാണ് ഡ്യൂട്ടീസ് ഉള്ളത്. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. താങ്ക് യു.